ചർച്ചയിൽ ഓർത്തഡോക്സ് സഭാ വൈദിക ട്രസ്റ്റി ജോൺസ് എബ്രഹാം കോനാട്ട് തത്സമയം കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ യാക്കോബായ സഭ കോർ എപ്പിസ്കോപ്പ കുര്യാക്കോസ് മൂലയിൽ അദ്ദേഹം കോട്ടയം സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം KLCA മുൻ പ്രസിഡന്റ് ഫെനിക്സ് ജെ പുല്ലൂടൻ അദ്ദേഹവും കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും തത്സമയം പങ്കെടുക്കുന്നു. ആദ്യം ഫാദർ ജോൺസ് എബ്രഹാം കോനാട്ട്, പള്ളി തർക്കത്തിൽ ഇടപെടാൻ ഇല്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കോടതി വിധി ഉണ്ടായിട്ടും തങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല, ഭരണം സാധ്യമാകുന്നില്ല എന്ന് കാട്ടി ഓർത്തഡോക്സ് സഭയാണ് കോടതിയെ സമീപിച്ചത്. ആ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ പരാമർശം. ഇനി എന്ത് മാർഗമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്? ഒന്നാമത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, കോടതി വിധിയുടെ ശരിയായിട്ടുള്ള പകർപ്പ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. കോടതി പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിന്ന് ആളുകൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞങ്ങളുടെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, പള്ളി തർക്കത്തിൽ കോടതി ഇടപെടുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഉണ്ടായി. ആ വിധി അനുസരിച്ച് ആ വിധി നടപ്പാക്കുന്നതിന് ചെന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ അവിടെ പ്രതിരോധം നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ കോടതി വിധി, ഹൈക്കോടതിയുടെ കോടതി വിധി നടപ്പാക്കുന്നതിന് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചത്. അത് ഹൈക്കോടതി പറഞ്ഞത് നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്നല്ല, ഈ കോടതിയിൽ നിന്ന് ലഭിക്കില്ല. പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വിധി തന്ന ജില്ലാ കോടതിയിൽ പോയി വാങ്ങണം. അതേസമയം തന്നെ ഇതിന് ഒരു മീഡിയേഷന് ശ്രമിക്കുന്നത് നല്ലതാണ്. അതിന് കോടതി തന്നെ ശ്രമിക്കാം എന്നുള്ള വിധത്തിൽ അടുത്ത വെള്ളിയാഴ്ച ഇരു പാർട്ടികളോടും കോടതി മുമ്പാകെ ഹാജരാകാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഒരു സമാധാനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. കോടതി ഇടപെടില്ല എന്ന് പറഞ്ഞു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. കാരണം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തന്നെയാണല്ലോ വിധി തന്നത്. അതിനുശേഷം കോടതി ഇടപെടില്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല. ഈ കോടതിയിൽ നിന്ന് നിങ്ങൾക്കൊരു പോലീസ് പ്രൊട്ടക്ഷൻ തരാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കീഴ്ക്കോടതിയിൽ ആവശ്യപ്പെടാം എന്ന് മാത്രമാണ് പറഞ്ഞത്. അങ്ങനെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള നടപടിക്രമം എന്താണ്? കീഴ്ക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ്? തീർച്ചയായിട്ടും അടുത്ത വെള്ളിയാഴ്ച കോടതി ഇരുകൂട്ടരോടും ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് തീർച്ചയായിട്ടും ഹാജരാവും. അതിനുശേഷം കോടതി എന്ത് പറയുന്നുവോ അതിനനുസരിച്ച് അവിടെ വെച്ച് തീരുകയാണെങ്കിൽ പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ. അതിനനുസരിച്ച് മുമ്പോട്ട് നീങ്ങുന്നതിനായിട്ടാണ് ഞങ്ങളുടെ തീരുമാനം. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ഫാദർ കുര്യാക്കോസ് മൂലയിൽ, ഒക്ടോബർ 4-ന് പള്ളി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് യാക്കോബായ സഭയാണ് പള്ളി പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുന്നതും അതിലാണ് വിധി ഉണ്ടാകുന്നതും. നിങ്ങൾ സമീപിച്ച കാര്യത്തിൽ കോടതി വിധിച്ച കാര്യം അത് നടപ്പിലാക്കേണ്ട ബാധ്യത യാക്കോബായ സഭയ്ക്കില്ലേ? കോടതി വിധി ഞങ്ങൾ നിരാകരിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. കോടതി വിധിക്ക് അതിന് നിയമാനുസൃതം അപ്പീൽ കൊടുക്കാനായിട്ട് സുപ്രീം കോടതിയിൽ SLPയും അതുപോലെ മറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞിരിക്കുക. അപ്പോൾ കോടതി വിധിയുടെ പര്യവസാനം വരേണ്ടത് ഞങ്ങൾ കൊടുത്ത കേസിലെ സുപ്രീം കോടതിയിലെ വീണ്ടും ഈ കേസ് പരിഗണിച്ചാണ്. അതവിടെ നിൽക്കട്ടെ. ഇന്ന് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള പരാമർശങ്ങളെ സംബന്ധിച്ച് വിവിധ മാധ്യമങ്ങളിലും വന്നിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനപരമാക്കിയാണ് ഇന്നത്തെ ചർച്ച മുന്നോട്ട് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് കോടതിയിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ ശ്ലാഘനീയമായിട്ടും പ്രായോഗികമായിട്ടും ഉള്ള ഒരു നിർദ്ദേശമാണ്. ഇതിനു മുമ്പുള്ള അനേകം കോടതികൾ ഈ കേസുകൾ കേട്ടിട്ടുള്ള ഏകദേശം 100 വർഷത്തോളമായിട്ട് ഈ കേസ് കേൾക്കുന്ന കോടതികളെല്ലാം പറയുന്ന കാര്യമാണ്, ഒന്നിച്ചിരുന്ന് ആലോചിച്ച് പ്രശ്നങ്ങൾ തീർക്കണം. ഈ കേരളത്തിലെ സമൂഹത്തിന്റെ മുമ്പിൽ അങ്ങനെ ഒന്നിച്ചിരുന്ന് പറഞ്ഞു തീർന്ന അനേകം സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കോലഞ്ചേരി പള്ളിയിൽ മാത്രമല്ല, ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതി അതുപോലെ തന്നെ സഭാഘടനയിലും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു സഭയാണ് മലങ്കര യാക്കോബായ സഭ ഉൾപ്പെടുന്ന മലങ്കര സഭ. ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഇടവകയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ പുറത്താക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തി പോലീസ് സംരക്ഷണത്തോടുകൂടി പള്ളിയിൽ ആരാധന നടത്തുക എന്ന് പറയുന്നതോ തന്നെ വളരെ അപ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഒരു മെത്രാൻ കൃഷിക്കാരൻ പോലും ഇല്ലാത്ത പള്ളിയിൽ പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി പരിശ്രമിച്ച സംഭവങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതും കേരളത്തിലെ കോടതികൾ അംഗീകരിച്ചിട്ടില്ല. അതുതന്നെയാണ് ഇന്നും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. കോടതി വളരെ വേദനയോടെയാണ് ഈ സഭാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പറയുന്നത്. ഒരു പള്ളി അവിടെ കൂട്ടിക്കിടക്കട്ടെ എന്നൊക്കെ പറയുന്നത് എത്ര വേദനയോടുകൂടിയാണ്
കോടതി പറയുന്നതും സമൂഹം കേൾക്കുന്നതും രക്തച്ചൊരിച്ചിലിനേക്കാൾ നല്ലത് പള്ളി പൂട്ടിക്കിടക്കുന്നതാണ് എന്നൊരു കോടതി പറയുമ്പോൾ സ്നേഹത്തിന്റെ സാക്ഷാത്കാരമാകേണ്ട ഒരു പള്ളിയിലെ പരസ്പരം വഴക്കിനും ഇനിയും എനിക്ക് വളരെ വേദന തോന്നുന്നു. പ്രിയപ്പെട്ട സുഹൃത്ത് കോനാട്ടച്ചൻ പറയുന്നു അടുത്ത വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഉടനെ ഇനിയും കീഴ്ക്കോടതിയിലെ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേസുമായിട്ട് വീണ്ടും മുന്നോട്ട് പോവുകയാണ് എന്ന് പറയുമ്പോൾ ഇത് അനന്തമായിട്ട് നീട്ടിക്കൊണ്ടുപോവുകയും ഈ കലഹം കേരളത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണെന്ന് കാണുന്നത് വളരെ വേദനാജനകമാണ്. ഞാൻ തിരിച്ചു വരാം. ജോൺസ് എബ്രഹാം, ക്ഷമിക്കണം, ജെയിംസ് പുല്ലൂടാൻ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ തത്സമയം ചേരുകയാണ്. കോടതി ഇന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രശ്നത്തിൽ ഇടപെടാനില്ല. രക്തച്ചൊരിച്ചിൽ ഉണ്ടായാൽ പോലും ആ ഒരു സാഹചര്യത്തിലേക്ക് വരുത്തില്ല, കോടതി ഇനി ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ആത്യന്തികമായി വിശ്വാസികളെയാണ് ഈ പ്രശ്നം ബാധിക്കുക. പ്രശ്നം ഇങ്ങനെ അനന്തമായി നീളുന്നതും ഇപ്പോഴത്തെ കോടതിയുടെ നിലപാടുമൊക്കെ വിശ്വാസി സമൂഹത്തെ ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? എന്റെയും എന്നെപ്പോലെ ചിന്തിക്കുന്നവരുടെയും ഏറ്റവും വലിയ ആശങ്ക ഈ വിശ്വാസികളെ സംബന്ധിച്ച് തന്നെയാണ്. മെത്രാന്മാരുടെയും വൈദികരുടെയും ഒക്കെ ധനത്തിനോടുള്ള അമിതമായ ആഗ്രഹത്തിനോടും താല്പര്യത്തിനോടും അനുരൂപമായിക്കൊണ്ട് വിശ്വാസികൾക്ക് അതേറിയാതെ ആട്ടം കാണുകയാണ്. ഇത് ഇന്നോ ഇന്നലോ തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഏറ്റുമുട്ടലുകളാണ്. 400ഓളം കേസുകൾ വിവിധ കോടതികളിലായി നടക്കുന്ന ഒരു സഭാ സമൂഹം എന്ത് ദർശനത്തിന്റെ പേരിലാണ് ക്രിസ്തുവിന്റെ ഏതെങ്കിലും ഒരു ഒരു പ്രത്യേകതയുടെ പേരിലാണോ ഇത്തരം ഒരു ഏറ്റുമുട്ടൽ നടത്തുന്നതെന്നുള്ള ആശങ്കയാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. ഓരോ പള്ളികളിലും ഏറ്റുമുട്ടലുകൾ നടക്കുമ്പോൾ അവിടെ പലപ്പോഴും രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാവുന്നുണ്ട്, കയ്യേറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, മറ്റ് പല പ്രക്രിയകളും നടക്കുന്നുണ്ട്. അവിടെയൊക്കെ മെത്രാന്മാരും വൈദികരുമൊക്കെ വിശ്വാസികളെ വേദിയിൽ നിന്ന് കൈകാര്യം ചെയ്ത് നിരത്തിലിറക്കി തങ്ങളുടെ അവകാശങ്ങൾ, തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ചില നടപടിക്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്. കേരളത്തിൽ പെന്തക്കോസ്ത സഭാവിഭാഗങ്ങൾ വർദ്ധിച്ചത് എങ്ങനെയാണെന്ന് എൻ്റെ ബഹുമാനപ്പെട്ട പുരോഹിതരെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പെന്തക്കോസ്ത വിഭാഗങ്ങളുടെ വളർച്ചയെ ഞാൻ തള്ളിപ്പറയുകയല്ല. പക്ഷേ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള യാക്കോബായ സമുദായത്തിലെ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ പരിണിത ഫലമായിട്ട് നിരാശരായ ജനസമൂഹങ്ങൾ, വിശ്വാസ സമൂഹങ്ങൾ പെന്തക്കോസ്ത സഭകളിൽ അഭയം പ്രാപിക്കുന്ന ഒരു ഘട്ടം വളരെ വർഷങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ വേറെ ഒരു സംഗതികളുമില്ല. എവിടെയൊക്കെ ഏതൊക്കെ പള്ളികളിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നുണ്ടോ ആ പള്ളികളുടെ ഭരണം മാത്രമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കേരളത്തിൻ്റെ വടക്കൻ മേഖലയിലേക്ക് കടന്നു ചെന്നാൽ അവിടെ കാര്യമായ തർക്കങ്ങളില്ല. അവിടെ വേണമെങ്കിൽ സമ്പത്ത് വെച്ച് വിഭജിച്ച് ഭാഗം വെച്ച് പിരിയാനായിട്ട് സഭാ നേതൃത്വം തയ്യാറാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തെക്കോട്ട് നീങ്ങുമ്പോൾ വളരെയേറെ വരുമാനമുള്ള പള്ളികളുടെ കാര്യത്തിൽ വളരെ നിശ്ചിതമായ നിലപാടെടുക്കുകയും കർശനമായ നടപടിക്രമങ്ങളുമായി പുരോഹിത നേതൃത്വം മുന്നോട്ട് വരികയും ചെയ്യുകയാണ്. അവിടെ ബലിയാടാക്കപ്പെടുന്ന വിശ്വാസികളുടെ താല്പര്യങ്ങൾക്ക് ആരാണ് സംരക്ഷണം കൊടുക്കുന്നത്, അവരുടെ ജീവനും സ്വത്തിനും ആരാണ് സുരക്ഷിതത്വം കൊടുക്കുന്നത് എന്നുള്ള സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു. ഞാൻ തിരിച്ചു വരാം. ശ്രീ ഫെനിക്സ് ജെ പിള്ളാരൻ, ജോൺസ് എബ്രഹാം കോനാട്ട്, വിശ്വാസികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ നമ്മൾ പ്രധാനമായും കണക്കിലെടുക്കേണ്ടത്. പ്രാർത്ഥിക്കാൻ അവർക്ക് അവസരം നൽകുക എന്നതാണ്, അതിലേക്കാണ് എത്തിപ്പെടേണ്ടത്. കോടതി വിധി അതേപടി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ ഒരു വിഭാഗം എന്തായാലും മുറിവേൽക്കപ്പെടും. അവരുടെ വേദനകൾക്ക് അത് ഇടയാക്കും എന്ന കാര്യം നിസ്സംശയമാണ്. ആ ഒരു അവസരത്തിൽ ഒത്തുതീർപ്പിലേക്ക് പോകാനുള്ള മാർഗം തുറന്നിടുകയല്ലേ വേണ്ടത്? ഒന്നാമതായിട്ട് വീണ്ടും ആ ഒരു പരാമർശത്തോട് ഞാൻ വിയോജിക്കുന്നു. കോടതി ഈ പ്രശ്നത്തിൽ ഇടപെടില്ല എന്ന് ഇന്നത്തെ ജഡ്ജ്മെന്റിൽ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കയ്യിൽ കോപ്പിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ കീഴ്ക്കോടതിയിൽ പോകാൻ കോടതി തന്നെ പറയില്ലല്ലോ. കോടതി പറഞ്ഞൊന്നുമില്ല ഇതിൽ ഇടപെടില്ല. ഈ കോടതിയിൽ നിന്ന് അപ്പീൽ പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടിയില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ആരാധനാ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞാൽ വിശ്വാസികൾക്ക് ആർക്കും ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നില്ല. അത് പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ആ പള്ളിയിൽ സമാധാനം സ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ കോടതി വിധിക്ക് അനുസൃതമായിട്ട് അവിടെ ആരാധന നടക്കുമ്പോൾ വിശ്വാസികൾക്ക് ഒരു പ്രശ്നവും കൂടാതെ ആരാധനയിൽ വന്ന് സംബന്ധിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. എന്നാൽ ആ പള്ളിയുടെ ഭരണം, ആ പള്ളിയിലെ വൈദികർ അവിടെ കർമ്മം നടത്താനുള്ള അവകാശം ഇതാർക്കാണ് എന്നുള്ളതാണ് കോടതിയിൽ പറഞ്ഞത്. സമാധാനാലോചന എന്ന് പറഞ്ഞു.
കോലഞ്ചേരി പള്ളിയുടെ കാര്യത്തിൽ എത്ര പ്രാവശ്യം സമാധാനാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് അച്ഛൻ മറച്ചുവെക്കുകയാണ്. 2007 പാത്രിയർക്കീസ് വിഭാഗം ഈ കേസ് കൊടുത്തപ്പോഴും അതിനുശേഷവും 2015 ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ട് വിധി ഉണ്ടായപ്പോൾ ഒരു മന്ത്രിസഭാ ഉപസമിതിയുടെ മധ്യസ്ഥതയിൽ നടന്നതാണ് സമാധാനാലോചന. എന്തുകൊണ്ട് സമാധാനമായില്ല? ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നു, ഞാൻ ആ സമാധാന ചർച്ചയിൽ പങ്കെടുത്തയാളായതുകൊണ്ട് മന്ത്രിസഭാ ഉപസമിതി 3 മന്ത്രിമാർ ഒരുമിച്ചിരുന്ന് 3 പ്രപ്പോസൽസ് അവസാനമായിട്ട് വെച്ചു. എന്നിട്ട് ഇരു കൂട്ടരോടും പറഞ്ഞു, ഈ 3 പ്രപ്പോസൽസിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ 2 കൂട്ടരും അംഗീകരിക്കണമെന്ന് പറഞ്ഞു. ഓർത്തഡോക്സ് സഭ അന്നേരം തന്നെ പറഞ്ഞു, ഈ 3 പ്രപ്പോസലുകളിൽ ഏതായാലും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അവിടെ പിന്നോട്ട് പോയത് പാത്രിയർക്കീസ് വിഭാഗമാണ്. ഞാൻ വളരെ ദുഃഖത്തോടുകൂടെ പറയുകയാണ്. അതിനുശേഷം വീണ്ടും ഈ സമാധാനാലോചന ഇങ്ങനെ നടത്തിയിട്ടെന്ത് കാര്യം? അത് തന്നെയല്ല, സമാധാനമായിട്ടാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതെങ്കിൽ എന്തിന് കോടതിയിൽ പോയി? ആര് കോടതിയിൽ പോയി? പാത്രിയർക്കീസ് വിഭാഗം 2007 കോടതിയിൽ പോയി. 2015 അവർക്ക് എതിരായിട്ട് വിധി ഉണ്ടായപ്പോൾ അവർ തന്നെ അപ്പീൽ കൊടുത്തു. 2013 ഇപ്പോൾ അവർക്കെതിരായിട്ട് വന്നപ്പോൾ അവർ തന്നെ സുപ്രീം കോടതിയിൽ പോകുന്നു ഇപ്പൊ പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സമാധാനം പറയുന്നത്. ഞാൻ തിരിച്ചു വരാം. എൽദോസ് ജോയ് എന്ന പ്രേക്ഷകൻ പിറവത്ത് നിന്നും പറഞ്ഞോളൂ. എനിക്ക് ഫാദർ ജോൺ എബ്രഹാം കോനാട്ടിനോടാണ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. ഫാദർ ഇവിടെ പറയുകയുണ്ടായി, അതായത് ഏതൊരു വിശ്വാസിക്കും കോലഞ്ചേരി ഇടവകയിൽ വന്ന് കുർബാന കാണാം, അത് ഓർത്തഡോക്സിന് കുർബാന കാണാമെന്നത്. എന്നാൽ യാക്കോബായക്കാരനും ഒരു സഭാവിശ്വാസി എന്ന നിലയ്ക്ക് ഒരു വ്യക്തിക്ക് തന്റേതായ സഭയിൽ അവിടെ ആരാധന കാണണമെന്നത് ഏതൊരു വ്യക്തിയുടെയും അടിസ്ഥാനപരമായ ഒരു ആഗ്രഹമാണ്. ഇവിടെ എന്തുകൊണ്ടാണ് പള്ളികളിൽ പ്രശ്നം ഉണ്ടാവുന്നത്? ഇവിടെ പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് മറ്റൊരു കാരണത്താലല്ല, മെജോറിറ്റി പുറത്തു നിൽക്കുകയും മൈനോറിറ്റി അകത്ത് കയറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും ഏതൊരു ജനത്തിന്റെ ഇടയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഫാദർ കുര്യാക്കോസ് മൂലയിൽ 1934 ഭരണഘടന അനുസരിക്കുമെന്ന് 1995 നിങ്ങൾ ഉറപ്പു നൽകിയിരുന്നു. പിന്നീട് യാക്കോബായ വിഭാഗം തന്നെ അതിൽ നിന്നും പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. 2011 ചില ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ ആദ്യം നിങ്ങൾ അനുകൂല നിലപാടെടുക്കുകയും പിന്നീട് പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. തീരുമാനങ്ങൾ അല്ലെങ്കിൽ സ്വരച്ചേർച്ചയിലൂടെ ഇത് പ്രശ്നം പരിഹരിക്കേണ്ട മാർഗത്തിൽ നിന്നും ചില വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ ഇത് പലപ്പോഴും കലുഷിതമായി പോകുന്നത് പ്രശ്നങ്ങൾ? 2 കാര്യങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഭരണഘടന സംബന്ധിക്കുന്ന വിഷയം. ഭരണഘടന അതിന്റെ അന്തസത്തയിൽ സുപ്രീം കോടതി ഭേദഗതി ചെയ്ത പ്രകാരം ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാകാതെ വരുന്നതിന്റെ കാരണം, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ ആത്മീക മേലധ്യക്ഷത സുപ്രീം കോടതി അംഗീകരിച്ചു എന്നുള്ളത് ഇതുവരെ പ്രായോഗികമായിട്ട് എന്റെ സുഹൃത്ത് അച്ഛന്റെ വിഭാഗത്തിൽപ്പെട്ട ആരും തന്നെ അംഗീകരിച്ചിട്ടില്ല. സുപ്രീം കോടതിയിൽ സ്പഷ്ടമായിട്ട് പറയുന്ന അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ ആത്മീക മേലധ്യക്ഷത മലങ്കര സഭയിന്മേൽ തുടരുന്നു എന്നുള്ളതും പാത്രിയർക്കീസ് കാതോലിക്കോസിന്റെ ആത്മീകമായി ഉപരിസ്ഥാനിയാണ് എന്ന് പറയുന്ന ആ അടിസ്ഥാന തത്വവും അംഗീകരിച്ച് പാലിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകത്തില്ല. സഭയിൽ ഐക്യവും സമാധാനവും ഉണ്ടാകുമായിരുന്നു. എന്ന് മാത്രമല്ല, അതിനുശേഷം അച്ഛൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് പാത്രിയർക്കീസ് അന്യനും അസ്വീകാര്യനുമാണ് എന്ന ഈ അടിസ്ഥാനപരമായ തത്വമാണ് നമ്മളെ മലങ്കര യാക്കോബായ സഭയ്ക്ക് വേദനാജനകമായിട്ടുള്ളത്. ആദ്യം മുതൽ പള്ളിയുടെ ഏത് പള്ളികളുടെയും കോലഞ്ചേരി പള്ളി ഉൾപ്പെടെയുള്ള പള്ളികളുടെ സ്ഥാപന ഉദ്ദേശ്യത്തിൽ പറയുന്നത് പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ ആത്മീക മേലധ്യക്ഷതയും കീഴിൽ ഭരിക്കപ്പെടേണ്ടതാണ് എന്നാണ്. ഇത് അംഗീകരിക്കാനായിട്ട് തയ്യാറാകാതെ വരുന്നതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഭരണഘടന മാത്രമല്ല, ഭരണഘടന സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അന്ത്യോക്യ പാത്രിയർക്കീസിനെ ആത്മീക മേലധ്യക്ഷനായിട്ട് സ്വീകരിക്കണം. അതുപോലെ തന്നെ സുപ്രീം കോടതി വിധിയിൽ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇടവക പള്ളികളുടെ സ്വത്തുക്കളിന്മേൽ ആ ഇടവക പൊതുയോഗത്തിനാണ് അധികാരവും അവകാശവും എന്നുള്ളത്. കോലഞ്ചേരി പള്ളിയിലെ ആ ഇടവകങ്ങളുടെ അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 40 വർഷമായിട്ട് ആ ഇടവകയിൽ നിയമാനുസൃത പൊതുയോഗം കൂടിയിട്ടില്ല. ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു കാര്യം ചെയ്യട്ടെ, അച്ഛൻ സമ്മതിക്കട്ടെ, ഇരുപക്ഷത്തിൽ നിന്നും ചേർന്ന് ഒരു കമ്മീഷനെ വെച്ച് മറ്റു പല പള്ളികളിലും നടത്തിയിട്ടുള്ളതുപോലെ കോലഞ്ചേരി പള്ളിയുടെ പൊതുയോഗം നടത്തട്ടെ. ആ പൊതുയോഗം നിശ്ചയിക്കുന്ന പ്രകാരം കാര്യങ്ങൾ പോകട്ടെ. അത് ഏത് തീരുമാനമായാലും സ്വീകരിക്കാനായിട്ട് യാക്കോബായ സഭ സന്നദ്ധമാണ്. പക്ഷെ അതിന് പകരമായിട്ട് അവര് ചെയ്യുന്നത് 1600 പേരുണ്ട് എന്ന് പറഞ്ഞ് പത്രപ്രസ്താവന ഇറക്കുക, അവരെ അനുകൂലിക്കുന്നവരെ മാത്രം വിളിച്ച് രഹസ്യമായിട്ട് എവിടെയെങ്കിലും വെച്ച് പൊതുയോഗം കൂടിയെന്ന് വരുത്തുക, ഇങ്ങനെയൊക്കെ ഉള്ളതായ
ന്യായമായിട്ടല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ വ്യക്തമാണ് താങ്കളുടെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളിലുള്ള അഭിപ്രായം ഫാദർ ജോൺസ് എബ്രഹാം കോനാട്ട് നൽകുകയും ചെയ്യും. അതിനു മുൻപായി ശ്രീ ഫെനിക്സ് ജെ പുല്ലൂടൻ, സ്വത്ത് ഇല്ലാത്ത പള്ളികളിൽ അല്ലെങ്കിൽ ഇല്ലാത്ത ആരാധനാലയങ്ങളിൽ ഈ വക പ്രശ്നങ്ങൾ ഇല്ല എന്ന ഒരു നിരീക്ഷണം കൂടി കോടതി ഇന്ന് നടത്തിയിട്ടുണ്ട്. സ്വത്താണ് ഈ തർക്കങ്ങൾക്കൊക്കെ ഒരു ആധാരം എന്ന രീതിയിൽ കുറച്ചു പേരെങ്കിലും ആ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിച്ചു തുടങ്ങുന്നുമുണ്ട്. എത്രത്തോളം ആധാരമുണ്ട് അങ്ങനെ ഒരു സംശയം ഉടലെടുത്താൽ? കോടതിയുടെ നിഗമനം വളരെ വസ്തുതാപരമാണ്. ഇത് ഇന്നും ഇന്നലെയുമുള്ള ഒരു നിഗമനമല്ല. കോടതി പറയാൻ താമസിച്ചു പോയെന്ന് എനിക്ക് പറയാനുള്ളൂ ഇക്കാര്യത്തിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിലെ വടക്കൻ മേഖലകളിൽ സമ്പത്തിന്റെ അളവ് അല്ലെങ്കിൽ വരുമാനം കുറവുള്ള പള്ളികളിൽ, ലളിതമായി പറഞ്ഞാൽ അങ്ങനെയാണ്, വരുമാനം കുറവുള്ള പള്ളികളിൽ തർക്കമില്ല. അത് വിഭജിക്കപ്പെടാനോ അതിന്റെ സമ്പത്ത് കൃത്യമായി ഭാഗിക്കുവാനോ ഈ വൈദിക മേലധ്യക്ഷന്മാർക്ക് യാതൊരു തടസ്സവുമില്ല. ഞാൻ ഇപ്പോൾ കേട്ട ചർച്ചകളിൽ എനിക്ക് രസകരമായി തോന്നിയ ഒരു വസ്തുതയുണ്ട്. ഇവിടെ എന്തിനെ പ്രതിയാണ് തർക്കം എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ്. ഇവർ പറയുന്ന വിശ്വാസം എന്ന് രണ്ട് വൈദികരും ഇവിടെ ആവർത്തിച്ച് പറയുന്നത് ഞാൻ കേട്ടു. എന്തിനെ സംബന്ധിച്ചുള്ള വിശ്വാസമാണോ? ക്രിസ്തുവിലുള്ള വിശ്വാസമാണോ? സമ്പത്തിലുള്ള വിശ്വാസമാണോ? മാമോനിലുള്ള വിശ്വാസമാണ് ഇവിടെ വാസ്തവത്തിൽ. മാമോൻ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ തീർത്തും എതിര് നിൽക്കുന്നൊരു സംഗതിയാണ്. മാമോനിലാണ് ഇവിടെ വിശ്വാസം കാണുന്നത്. വിശ്വാസികളെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുരൂപമായ രീതിയിൽ വഴിതിരിച്ചു വിട്ടുകൊണ്ട് മെത്രാന്മാരുടെ, ഞാൻ വൈദികരെ അധികം കുറ്റപ്പെടുത്തുന്നില്ല, കാരണം വൈദികരൊക്കെ രണ്ടാം ശ്രേണിയിൽ നിൽക്കുന്നവരാണ്. മെത്രാന്മാർ അവരുടെ താല്പര്യം അനുസൃതമായി വിശ്വാസികളെ ഉത്തേജിപ്പിച്ച് വഴിയിൽ വക്രണം ഉണ്ടാക്കുകയും സമ്പത്തിനു വേണ്ടി പിടിവലി നടത്തുകയും ചെയ്യുകയാണ്. മണ്ണാർക്കാട് പോലെയുള്ള പള്ളികളിലും, കോലഞ്ചേരി മാത്രമല്ല എത്രയോ പള്ളികളിൽ ഇതുപോലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നു. അവിടെയൊന്നും ക്രിസ്തു എന്നുള്ള ഒരു ഭാഷ സംസാരിക്കുന്ന പോലുമില്ല. ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന വൈദികനുമാണെങ്കിലും ഇപ്പൊ അപ്പുറത്ത് കോട്ടയത്തിരിക്കുന്ന വൈദികനുമാണെങ്കിലും വിശ്വാസം എന്ന് പറയുന്നതിന് ബന്ധപ്പെടുത്തി അവർ പറയുന്നത് സ്വത്ത് തർക്കം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ക്രിസ്തുവിന്റെ തീഷ്ണതയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദർശനങ്ങളെ കുറിച്ചുള്ള എന്തെങ്കിലും ചർച്ചയോ ഇവിടെ ഇല്ല. അപ്പൊ വിശ്വാസികൾക്ക് വേണ്ടത് സ്വന്തമായ മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന പ്രാർത്ഥനകൾ, അത് എവിടെയാണെങ്കിലും അത് അവതരിപ്പിക്കാനുള്ള ഒരു വേദി മാത്രമാണ്. അത്തരം വേദികൾ പള്ളികളിൽ ലഭിക്കണം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. വോട്ടൻ ടോക്കിൽ ഒരു ഇടവേള.